ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി നടത്തിയ ദേശീയ പ്രക്ഷോഭം. നിസ്സഹകരണ പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ നേതൃത്വം നൽകിയത് മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് തീരുമാനിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം. 1929 ലാഹോർ സമ്മേളനം. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1931. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനുണ്ടായ സംഭവം ചൗരി ചൗര സംഭവം. CR ദാസിന്റെയും മോത്തിലാൽ നെഹ്റുവിന്റെയും നേതൃത്വത്തിൽ സ്വരാജ് പാർട്ടി രൂപം കൊണ്ട വർഷം 1923. ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവർ വീരമൃത്യു വരിച്ച ദിവസം 1931 മാർച്ച് 23. ഗദ്ദർ പാർട്ടിയുടെ സ്ഥാപകൻ ലാല ഹർദയാൽ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ സ്ഥാപകൻ സൂര്യസെൻ. അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ സ്ഥാപകൻ VD സവർക്കർ. ആരുടെ നേതൃത്വത്തിലാണ് 1934 മുംബൈയിൽ വെച്ച് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത്? ജയപ്രകാശ് നാരായൺ. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം 1920. നാവിക കലാപം ആരംഭിച്ചത് എവിടെ? ബോംബെ. ഇന്ത്യയിൽ നാവിക കലാപം ആരംഭിച്ചത് ഏത് യുദ്ധക്കപ്പലിലാണ്? HMS തൽവാർ. ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത് 1947 ജൂലൈ. ഇന്ത്യ ചരിത്രത്തിലെ മറക്കാൻ പാടില്ലാത്ത ദിവസമാണ് ജനുവരി 30. എന്തുകൊണ്ട്? മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ട ദിവസം. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി VP മേനോൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യ സംയോജനത്തിനായി ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായി സർദാർ വല്ലഭായ് പട്ടേൽ നിയമിച്ച മലയാളി VP മേനോൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യൻ യൂണിയനിൽ അംഗമാകാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ജുനഗഡ്, ഹൈദരാബാദ്, കാശ്മീർ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത് ആര്? ബീഗം ഹസ്രത്ത് മഹൽ. 1885 മുതൽ 1905 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കൾ അറിയപ്പെട്ടത് മിതവാദികൾ. ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ട വർഷം 1911. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി KM പണിക്കർ.
ഇന്ത്യൻ ഗവൺമെന്റ് സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കിയത്? 1956. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്? 1950 മാർച്ച് 15. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം? ആറ്റിങ്ങൽ കലാപം. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച വർഷം? 1792. കേരളസിംഹം എന്ന ചരിത്ര നോവൽ എഴുതിയത്? സർദാർ KM പണിക്കർ. വേലുത്തമ്പിദളവ ജീവത്യാഗം ചെയ്ത ക്ഷേത്രം? മണ്ണടി. പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം? 1865. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി? ഗൗരി പാർവതി ബായ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്? അയ്യങ്കാളി. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്? വാഗ്ഭടാനന്ദൻ. സഹോദര പ്രസ്ഥാനം സ്ഥാപിച്ചത്? സഹോദരൻ അയ്യപ്പൻ. സമത്വ സമാജം സ്ഥാപിച്ചത്? വൈകുണ്ഠസ്വാമികൾ. അരയ സമാജം സ്ഥാപിച്ചത്? പണ്ഡിറ്റ് KP കറുപ്പൻ. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത്? മന്നത്ത് പത്മനാഭൻ. പ്രത്യക്ഷ രക്ഷാസഭ സ്ഥാപിച്ചത്? കുമാരഗുരുദേവൻ. ചാന്നാർ ലഹള നടന്ന വർഷം? 1859. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? 1936 നവംബർ 12. 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ആനി ബസന്റ്. 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് എവിടെ വെച്ച്? പാലക്കാട്. മലബാർ കലാപം നടന്ന വർഷം? 1921. പൂക്കോട്ടൂർ യുദ്ധം നടന്ന വർഷം? 1921. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഏക മലയാളി? ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായർ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം? 1897 അമരാവതി സമ്മേളനം. ഗാന്ധിയൻ സമരങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത്? ചേറ്റൂർ ശങ്കരൻ നായർ. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? 1946.
മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ മൂലം തിരുനാളിന് സമർപ്പിച്ച വർഷം 1891. ഈഴവ മെമ്മോറിയൽ ശ്രീ മൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട വർഷം 1896. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു. തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചതിൻ്റെ പേരിൽ നാടുകടത്തപ്പെട്ട പത്രാധിപർ രാമകൃഷ്ണപിള്ള. 1938 രൂപീകൃതമായ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ്. പട്ടം താണുപിള്ള. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? ടി രാമറാവു. വൈദ്യുതി പ്രക്ഷോഭം നടന്ന കേരളത്തിലെ ജില്ല? തൃശൂർ. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്? 1949 ജൂലൈ 1. 1947 ഐക്യകേരള കൺവെൻഷൻ നടന്നത് എവിടെ വെച്ച്? തൃശൂർ. 1947 തൃശൂരിൽ ചേർന്ന ഐക്യകേരള കൺവെൻഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? കെ കേളപ്പൻ. കീഴരിയൂർ ബോംബ് കേസ് സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര? ഹിമാദ്രി. ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയുടെ പേര്? കാരക്കോറം. കാഞ്ചൻജംഗ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര? ഹിമാദ്രി. ഡാർജിലിംഗ്, ഷിംല എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ ഹിമാലയത്തിലെ ഏത് മലനിരകളിലാണ്? ഹിമാചൽ. ഡൂണുകൾ കാണപ്പെടുന്ന ഹിമാലയത്തിലെ താഴ്വര? സിവാലിക്. ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? ഉത്തരാഖണ്ഡ്, ടിബറ്റ്. സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരം? നാഥുല. ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ? ഹിമാചൽ പ്രദേശ്, ടിബറ്റ്. പാറ്റ്ന ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗംഗ. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? അസം. ടീസ്റ്റ ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്ര. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളും അവയുടെ പോഷക നദികളും വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ചുണ്ടായ സമതലം? ഉത്തര മഹാസമതലം. ഏതു നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായാണ് രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങൾ രൂപം കൊണ്ടത്? ലൂണി, സരസ്വതി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം? 2695 മീറ്റർ. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം? ഉപദ്വീപീയ പീഠഭൂമി.
ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്? കറുത്ത മണ്ണ്. നർമ്മദയുടെ പോഷകനദി ഏത്? ഹിരൺ. ശബരി ഏത് നദിയുടെ പോഷകനദിയാണ്? ഗോദാവരി. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി? കാവേരി. ഗിർന ഏത് നദിയുടെ പോഷകനദിയാണ്? താപ്തി. തുംഗഭദ്ര, ഭീമ എന്നിവ ഏത് നദിയുടെ പോഷകനദികളാണ്? കൃഷ്ണ. താഴെ പറയുന്നവയിൽ മഹാനദിയുടെ പോഷകനദി ഏതാണ്? ഡെൽ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുത്? ഗോദാവരി. ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതി. ജോഗ് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? കർണാടക. ഗുവാഹത്തി ഏത് നദിയുടെ തീരത്താണ്? ബ്രഹ്മപുത്ര. കൊൽക്കത്ത ഏത് നദിയുടെ തീരത്താണ്? ഹൂഗ്ലി. ലുധിയാന ഏത് നദിയുടെ തീരത്താണ്? സത്ലജ്. ശ്രീനഗർ ഏത് നദിയുടെ തീരത്താണ്? തലം. അഹമ്മദാബാദ് ഏത് നദിയുടെ തീരത്താണ്? സബർമതി. ഇന്ത്യയുടെ തെക്കേ അറ്റം അറിയപ്പെടുന്നത്? ഇന്ദിരാ പോയിന്റ്. ജർമ്മനിയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് ശാല? റൂർക്കേല. ബ്രിട്ടന്റെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് ശാല? ദുർഗാപൂർ. ഭിലായ് ഇരുമ്പുരുക്ക് ശാല സ്ഥാപിക്കപ്പെട്ടത് ഏത് വിദേശ രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ്? സോവിയറ്റ് യൂണിയൻ. ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാലയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം? സോവിയറ്റ് യൂണിയൻ. അറബിക്കടലിൽ പതിക്കുന്ന ഹിമാലയൻ നദി? സിന്ധു. വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? കർണാടകം. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തർപ്രദേശ്. മൗണ്ട് കെ2 കൊടുമുടിയുടെ ഉയരം? 8611 മീറ്റർ. നന്ദാദേവി കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര? ഹിമാദ്രി. ടിബറ്റിലെ ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി? ബ്രഹ്മപുത്ര. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദി? നർമ്മദ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റിന്റെ പേര്? ലൂ.
ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാതം. മാംഗോ ഷവേഴ്സ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല. വിശ്വേശ്വരയ്യ. റൂർക്കേല ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഒഡീഷ. ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല ആരംഭിച്ച വർഷം. 1964. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപമുള്ള സംസ്ഥാനം. കർണാടകം. താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. മഹാരാഷ്ട്ര. താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത്. കൽപ്പാക്കം, കർണാടകം. കൽപ്പാക്കം ആണവ നിലയം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കർണാടകം. സുവർണ ചതുഷ്കോണ പാതയിൽ ഉൾപ്പെടാത്ത ഇന്ത്യൻ നഗരം. ബാംഗ്ലൂർ. സുവർണ ചതുഷ്കോണ പാതയിൽ ഉൾപ്പെടുന്ന മെഗാ നഗരങ്ങൾ. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഇന്ത്യൻ റെയിൽവേ ലൈനിൽ ബ്രോഡ് ഗേജിന്റെ നീളം. 1.676 മീറ്റർ. ഇന്ത്യൻ റെയിൽവേ ലൈനിൽ മീറ്റർ ഗേജിന്റെ നീളം. 1 മീറ്റർ. കൊങ്കൺ റെയിൽവേ നിർമ്മാണം പൂർത്തിയാക്കിയ വർഷം. 1998. കൊങ്കൺ റെയിൽവേ ലൈൻ ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? മംഗലാപുരം, റോഹ. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട വർഷം. 1986. ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. അലഹബാദ്, ഹാൽഡിയ. ദേശീയ ജലപാത 1 ഏത് നദിയിലാണ്? ഗംഗ. സദിയ, ധൂബ്രി പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാത 2 ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര. കേരളത്തിലൂടെയുള്ള ദേശീയ ജലപാതയായ നാഷണൽ വാട്ടർവേ 3 ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ. കൊല്ലം, കോട്ടപ്പുറം. വിധവകളുടെ പുനർവിവാഹത്തിനായി ബംഗാളിൽ പ്രവർത്തിച്ച വ്യക്തി. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹരിപുര സമ്മേളനം നടന്ന വർഷം. 1938. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം നിലവിൽ വന്നത്. 1856. ധരാസന സമരത്തിന് നേതൃത്വം നൽകിയത്. സരോജിനി നായിഡു. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്നതിന് നിരാഹാര സമരം നടത്തിയ വ്യക്തി. പോറ്റി ശ്രീരാമലു. EMSന്റെ ഏത് പുസ്തകത്തിലാണ് മലയാള ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ചത്?
1.25 കോടി മലയാളികൾ. കല്ലുമാല സമരം നയിച്ച സാമൂഹിക പരിഷ്കർത്താവ്. അയ്യങ്കാളി. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം വഹിച്ച മൈക്കിൾ ഒ ഡയറിനെ വധിച്ച ധീര നേതാവ്. ഉദ്ധം സിംഗ്. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? റാണി ഗൈഡിലു. ഉദ്ധം സിംഗ് വധശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെട്ട ദിവസം? 1940 ജൂലൈ 31. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി? BR അംബേദ്കർ. കസ്തൂർബ ഗാന്ധി മരണപ്പെട്ട ദിവസം? 1944 ഫെബ്രുവരി 22. കസ്തൂർബ ഗാന്ധി മരണപ്പെട്ടത് എവിടെ വെച്ച്? ആഗാ ഖാൻ പാലസ് ജയിൽ. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തുമ്പ. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത്? APJ അബ്ദുൽ കലാം. 1859 ഇന്ത്യയിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത്? ആലപ്പുഴ. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത്? VT ഭട്ടതിരിപ്പാട്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിക്കാൻ ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കേരളത്തിലെത്തിയത്? 1920. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം നിലവിൽ വന്നത്? 1941. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് ആരുടെ നേതൃത്വത്തിൽ? T പ്രകാശം. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന വ്യക്തി? T പ്രകാശം. 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ? കോൺവാലിസ് പ്രഭു. ഇന്ത്യൻ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുക്കാനുണ്ടായ കാരണം? ഒന്നാം സ്വാതന്ത്ര്യ സമരം. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്? ദാദാബായ് നവറോജി. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ആരുടെ വാക്കുകളാണ്? രാജാറാം മോഹൻ റോയ്. ISRO സ്ഥാപിതമായത്? 1969 ഓഗസ്റ്റ് 15. നീതി ആയോഗിന്റെ അധ്യക്ഷൻ? പ്രധാനമന്ത്രി. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷി? വാഞ്ചി അയ്യർ. ബക്സാർ യുദ്ധം നടന്ന വർഷം? 1764.
1905 ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയ്. കഴ്സൺ പ്രഭു. ഇന്ത്യയിലെ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക. ആനി ബസന്റ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡിയാത്ര ആരംഭിച്ച ദിവസം. 1930 മാർച്ച് 12. ബോംബെയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്. ജവഹർലാൽ നെഹ്റു. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്. വെല്ലസ്ലി പ്രഭു. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം. ചമ്പാരൻ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം. അഹമ്മദാബാദ് തുണിമിൽ സമരം. ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാല പഠനത്തിന് ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. 1915 ജനുവരി 9. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ നടത്തിയ വർഷം. 1924 നവംബർ 1. മൂന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം. 1932 പൂന സന്ധി നടന്ന വർഷം. 1932 ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസിഫ് അലി. ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി. സിന്ധു. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾക്ക് ഉദാഹരണം. കൃഷ്ണ. അറബിക്കടലിൽ പതിക്കുന്ന നദികൾക്ക് ഉദാഹരണം. താപ്തി. ടാറ്റ ഇരുമ്പുരുക്ക് ശാല എവിടെയാണ്? ജംഷഡ്പൂർ. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ വീശുന്ന പ്രാദേശികവാദം. കാൽ ബൈശാഖി. കുൾട്ടി ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. പശ്ചിമ ബംഗാൾ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന തുറമുഖം. തൂത്തുക്കുടി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. താറി. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ഡിഗ്ബോയ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. മുംബൈ ഹൈ. കാക്കിനഡ മുതൽ പുതുച്ചേരി വരെ നീളുന്ന ദേശീയ ജലപാത. നാഷണൽ വാട്ടർവേ 4. സൗരയൂഥത്തിലെ ഏറ്റവും തിളക്കം കൂടിയ ഗ്രഹം. ശുക്രൻ. ഭൂമിയല്ലാതെ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ഗ്രഹം. ചൊവ്വ. വ്യാഴം സൂര്യനെ വലം വയ്ക്കാൻ എടുക്കുന്ന സമയം. 12 വർഷം.
യുറാനസ് സൂര്യനെ വലം വയ്ക്കാൻ എടുക്കുന്ന സമയം 84 വർഷം. സൗരയൂഥത്തിൽ നിന്ന് പ്ലൂട്ടോ പുറത്താക്കപ്പെട്ടത് എന്ന്? 2006 ഓഗസ്റ്റ്. മേച്ചിൽപുല്ല് സമരത്തിന് നേതൃത്വം നൽകിയത്? കണ്ടകൈ കുഞ്ഞാക്കമ്മ. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ആദ്യത്തെ ഗവേഷണ കേന്ദ്രം? ദക്ഷിണ ഗംഗോത്രി. നമ്മുടെ ദേശീയ പതാകയിലെ അശോക ചക്രം എവിടെ നിന്നും എടുത്തതാണ്? സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നും. അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര? പശ്ചിമഘട്ടം. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം? സൈലന്റ് വാലി. മനുഷ്യാവകാശ സംരക്ഷണത്തിനു വേണ്ടി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ട വർഷം? 1993 ഒക്ടോബർ 12. നിയമപ്രകാരം ആരായിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ? റിട്ടയർ ചെയ്ത ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ? രംഗനാഥ് മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ? HL ദത്തു. കുളച്ചൽ യുദ്ധം നടന്ന വർഷം? 1741. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ച തിരുവിതാംകൂർ രാജാവ്? മാർത്താണ്ഡവർമ്മ. 1757 ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ്ദൗളയെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയ യുദ്ധം? പ്ലാസി യുദ്ധം. ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചത്? 1853 ഏപ്രിൽ 16. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ സർവീസ്? ബോംബെ ടു താനെ. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യ നേതാവ്? തലക്കൽ ചന്തു. വേലുത്തമ്പി ദളവയുടെ പ്രശസ്തമായ കുണ്ടറ വിളംബരം നടന്ന വർഷം? 1809. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി? മംഗൾ പാണ്ഡെ. കാൺപൂരിൽ നാനാ സാഹിബിനോടൊപ്പം ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത്? താന്തിയ തോപ്പി. ഫൈസാബാദിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത്? മൗലവി അഹമ്മദുല്ല. വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരവുമായി ബന്ധപ്പെട്ട ആക്ട്? 1858 ആക്ട്. സതി നിരോധിച്ച ഗവർണർ ജനറൽ? വില്യം ബെന്റിക് പ്രഭു. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത്?
രാജാറാം മോഹൻ റോയ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത്? സ്വാമി ദയാനന്ദ സരസ്വതി. ജാതി വ്യവസ്ഥയും വിഗ്രഹാരാധനയും എതിർക്കുന്നതിന് വേണ്ടി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച സംഘടന? ആര്യ സമാജം. 1873 സത്യശോധക് സമാജം സ്ഥാപിച്ചത്? ജ്യോതിബ ഫുലെ. വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത്? പണ്ഡിത രമാബായ്. അലിഗഡ് മുസ്ലിം സർവകലാശാല സ്ഥാപിച്ചത്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദന്റെ ഗുരു? ശ്രീരാമകൃഷ്ണ പരമഹംസർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത്? 1885 ഡിസംബർ 28. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കാൻ മുൻകൈയെടുത്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ? എ.ഒ. ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ്? W.C. ബാനർജി. ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ദാദാബായ് നവറോജി. മറാത്ത, കേസരി എന്നീ പത്രങ്ങൾ ആരംഭിച്ച തീവ്ര ദേശീയവാദി? ബാലഗംഗാധര തിലകൻ. 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ടത് എവിടെ വെച്ച്? ധാക്ക. ആനി ബസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വർഷം? 1893. ഗതാഗതം ഏത് മേഖലയിൽ പെടുന്നു? തൃതീയ മേഖല. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്? വൈകുണ്ഠ സ്വാമികൾ. വെണ്ണീച്ച ഭരണം എന്ന പ്രയോഗത്തിലൂടെ ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചത്? വൈകുണ്ഠ സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്? അയ്യപ്പൻ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ ആരുടെ കൃതികളാണ്? ചട്ടമ്പി സ്വാമികൾ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക ആരുടെ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയല്ലാത്തത്? അഖില തിരട്ട്. സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് താലൂക്കിലാണ്? മണ്ണാർക്കാട്. കേരളത്തിലെ നദികളുടെ എണ്ണം? 44. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ ഏത് നദിയുടെ പോഷക നദികളാണ്? കാവേരി. കേരളത്തിൽ റെയിൽപാതയില്ലാത്ത ജില്ലകൾ?
വയനാട്, ഇടുക്കി. കർണാടകവും തമിഴ്നാടുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല. വയനാട്. കർണാടകവും തമിഴ്നാടുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ താലൂക്ക്. സുൽത്താൻ ബത്തേരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി. താർ മരുഭൂമി. ഛോട്ടാ നാഗ്പൂർ എന്നത് ഒരു പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമി. താഴെ കൊടുത്തവയിൽ ഉപദ്വീപീയ നദി അല്ലാത്തത്. ബ്രഹ്മപുത്ര. ഡൽഹി ഏത് നദിയുടെ തീരത്താണ്? യമുന. യമുന നദിയുടെ ഉത്ഭവസ്ഥാനം ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം? ലാറ്ററൈറ്റ് മണ്ണ്. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ്? ജോൺ ജോസഫ് മർഫി. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം? 1888. 1893 പ്രശസ്തമായ വില്ലുവണ്ടി യാത്ര നടത്തിയത്? അയ്യങ്കാളി. ശ്രീ മൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിതൻ? അയ്യങ്കാളി. 1906 മുസ്ലിം എന്ന പ്രസിദ്ധീകരണം പുറത്തിറക്കിയത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം? 1920 കൊൽക്കത്ത സമ്മേളനം. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നടന്ന സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്? മന്നത്ത് പത്മനാഭൻ. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം മുംബൈയിൽ നടന്നത് എന്ന്? 1942 ഓഗസ്റ്റ് 8. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ആരിൽ നിന്നാണ് സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തത്? റാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായിരുന്ന മലയാളി? ക്യാപ്റ്റൻ ലക്ഷ്മി. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്ന്? USSR. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്? 1951 മുതൽ 56 വരെ. കൃഷിക്കും ജലസേചനത്തിനും ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി? ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച അണക്കെട്ട്? ബക്രാനങ്കൽ. ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി? മൂന്നാം പഞ്ചവത്സര പദ്ധതി. വ്യാവസായിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി? രണ്ടാം പഞ്ചവത്സര പദ്ധതി.
12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സുസ്ഥിര വികസനം. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച പഞ്ചവത്സര പദ്ധതി 5ാം പഞ്ചവത്സര പദ്ധതി. കേരള മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതി. 14 ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 4. ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന പുതിയ സംവിധാനം? നീതി ആയോഗ്. നീതി ആയോഗ് നിലവിൽ വന്ന തീയതി? 2015 ജനുവരി 1. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം? ഭാഗം 3. ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം? 6. വിവരാവകാശ നിയമം പാസാക്കിയത്? 2005. നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? ബിമൽ ചുൽക്ക. ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? വജാഹത്ത് ഹബീബുള്ള. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്? ആത്മാറാം പാണ്ഡുരംഗ്. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത്? വീരേശലിംഗം. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത്? ഇ.വി. രാമസ്വാമി നായ്ക്കർ. യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ? മഹാത്മാഗാന്ധി. നേഷൻ പത്രം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. 1878 പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത്? ലിട്ടൺ പ്രഭു. ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത്? സുരേന്ദ്രനാഥ് ബാനർജി. ഇന്ത്യൻ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്? 1947 ജൂലൈ 22. ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകൾ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തി? രാജ്കുമാർ ശുക്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരം? ക്വിറ്റ് ഇന്ത്യ സമരം. വാഞ്ചി അയ്യർ മരണപ്പെട്ട ദിവസം? 1911 ജൂലൈ 17. വാഞ്ചി അയ്യർ വെടിവെച്ചു കൊന്ന തിരുനെൽവേലി ജില്ലാ കളക്ടർ? റോബർട്ട് ആഷെ. തേബാഗ സമരം നടന്ന സ്ഥലം? ബംഗാൾ. ആദ്യമായി ഭാരതരത്നം ലഭിച്ച വിദേശി? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത്?
ജൊനാഥൻ ഡങ്കൻ. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ വർഷം 1835. സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ നേതൃത്വത്തിൽ അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് 1864. ദി ഹൈകാസ്റ്റ് ഹിന്ദു വുമൺ ആരുടെ കൃതിയാണ്? പണ്ഡിത രമാബായി. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട്ടിലെ ഭരണാധികാരി? ആദിത്യവർമ്മ. 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റിപ്പോയ അട്ടപ്പാടിയിലെ ഏത് പുഴയാണ് ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? കൊടുങ്ങരപ്പള്ളം. കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകിച്ചേരുന്ന നദി? ഭവാനി. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത്? ദാദാബായ് നവറോജി. സ്വദേശി മിത്രം ആരുടെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ പത്രമാണ്? ജി സുബ്രഹ്മണ്യ അയ്യർ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി പൂനെയിൽ സ്ഥാപിതമായത്? 1884. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം ആരുടെയാണ്? അമൃത ഷേർഗിൽ. 1907 മാഡം കാമ ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്തിയ സ്ഥലം? സ്റ്റഡ്ഗാർട്ട്. മഹൽവാരി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നത്? ഗ്രാമത്തലവൻ. സിദ്ധുവിന്റെയും കാനുവിന്റെയും സ്മരണാർത്ഥം ഇന്ത്യൻ ഗവൺമെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? 2002. കുറിച്യ കലാപം നടന്ന സമയത്തെ തലശ്ശേരി സബ് കളക്ടർ? TH ബേബർ. പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്ത ബംഗാളിലെ ബാരക്പൂരിൽ നിന്നുള്ള സൈനികൻ? മംഗൾ പാണ്ഡെ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത്? ബംഗാൾ. 1906 ആരംഭിച്ച സ്വദേശി സ്റ്റീൽ നാവിഗേഷൻ കമ്പനിയുടെ ആസ്ഥാനം? തൂത്തുക്കുടി. തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്? VO ചിദംബരം പിള്ള. കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനമായ മരക്കാർ കോട്ട എവിടെയാണ്? കോഴിക്കോട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആറ്റിങ്ങൽ റാണിയിൽ നിന്നും കോട്ട പണിയാനുള്ള അനുവാദം നേടിയെടുത്ത സ്ഥലം? അഞ്ചുതെങ്ങ്. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? റാണി സേതുലക്ഷ്മി ബായ്. ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത്? ശുഭാനന്ദ ഗുരുദേവൻ. പ്രഭാതം പത്രത്തിന്റെ ആദ്യ പത്രാധിപർ? EMS നമ്പൂതിരിപ്പാട്. മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി? ഹിച്ച്കോക്ക്. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്? തിരൂർ. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു?
ശങ്കര സുബ്ബയ്യ. ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്ക് എതിരെ നടന്ന സമരം. പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ എന്നീ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല. ആലപ്പുഴ. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി P. കേശവദേവ് രചിച്ച നോവൽ. ഉലക്ക. മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിത. AV കുട്ടിമാളു അമ്മ. അക്കമ്മ ചെറിയാനെ കേരളത്തിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത്. മഹാത്മാഗാന്ധി. കാഗ്ര ഏത് നദിയുടെ പോഷക നദിയാണ്? ഗംഗ. സുബൻസിരി ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്ര. ദിഹാങ് പാസ് ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ. അരുണാചൽ പ്രദേശ് മാൻഡലെ. തഞ്ചാവൂർ ഏത് നദിയുടെ തീരത്താണ്? കാവേരി. റാബി വിളയ്ക്ക് ഉദാഹരണം. കടുക്. ഖാരിഫ് വിളയ്ക്ക് ഉദാഹരണം. ചോളം. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. എക്കൽ മണ്ണ്. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണിമിൽ സ്ഥാപിതമായത്. ഫോർട്ട് ഗ്ലോസ്റ്റർ. കരിമ്പിന്റെയും പഞ്ചസാരയുടെയും ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം. ഉത്തർപ്രദേശ്. റാവത്ത് ഭട്ട ആണവോർജ നിലയം ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. കാക്രപ്പാറ ആണവോർജ നിലയം ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. കൊങ്കൺ പാതയിൽ എത്ര തുരങ്കങ്ങളുണ്ട്? 91. നാഷണൽ വാട്ടർവേ 3 ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ച വർഷം. 1993. ദേശീയ ജലഗതാഗതത്തിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത്. 2016 മാർച്ച് 25. ഇന്ത്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ എണ്ണം. 11. ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. 1919 മുതൽ 1947 വരെ. പ്രവാസി ഭാരതീയ ദിവസം. ജനുവരി 9. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് മടക്കിക്കൊടുത്ത പദവി. കൈസർ ഇ ഹിന്ദ്. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ്. മഹാത്മാഗാന്ധി. ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചത്. 1919 ഒക്ടോബർ 17. ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനം. ഉത്തർപ്രദേശ്. ഉപ്പ് സത്യാഗ്രഹ യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ചവരുടെ എണ്ണം. 78.
സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന ധീരനായ മലയാളി. വക്കം അബ്ദുൽ ഖാദർ. ബ്രിട്ടീഷ് ഗവൺമെന്റ് അബ്ദുൽ ഖാദറിനെ തൂക്കിലേറ്റിയത് എത്രാമത്തെ വയസ്സിലാണ്? 26. 1940-ലെ മുസ്ലിം ലീഗിന്റെ സമ്മേളന വേദി. ലാഹോർ. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 51A. ഇന്ത്യയിലെ ആദ്യ തീവണ്ടി യാത്രയിലെ യാത്രക്കാരുടെ എണ്ണം. 400. മലബാർ കലാപങ്ങളുടെ കാലയളവിൽ ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ട സമാന സ്വഭാവമുള്ള കലാപങ്ങൾ അറിയപ്പെടുന്നത്. ഫറാസി കലാപങ്ങൾ. സതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം ആരുടെയാണ്? വില്യം ഫോസ്റ്റർ. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കിഴക്കുഭാഗം അറിയപ്പെടുന്നത്. ബംഗാൾ ഉൾക്കടൽ. സൊഹ്റ ഏത് സ്ഥലത്തിന്റെ മറ്റൊരു പേരാണ്? ചിറാപൂഞ്ചി. ഇന്ത്യൻ മിതവാദ ദേശീയതയുടെ കാലഘട്ടം. 1885 മുതൽ 1905 വരെ. ഗാന്ധി സിനിമയുടെ സംവിധായകൻ. റിച്ചാർഡ് അറ്റൻബറോ. മേക്കിംഗ് ഓഫ് മഹാത്മാ സംവിധാനം ചെയ്തത്. ശ്യാം ബെനഗൽ. സോംപ്രകാശ് പത്രത്തിന്റെ സ്ഥാപകൻ. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ കൃതിയാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. മാറുമറയ്ക്കാനുള്ള അവകാശം തിരുവിതാംകൂർ സ്ത്രീകൾക്ക് നൽകിയ രാജാവ്. ഉത്രം തിരുനാൾ മഹാരാജാവ്.